അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഇവൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവൻറ്റ്സ് അല്ല, ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ടൈമർ റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത് HTML ഇവൻറ്റ്സ് ആണ്. HTML ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ നോർമലി ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെബ് പേജ് റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന എല്ലാ ആക്ഷൻസിനെയാണ് നമ്മൾ ഇവൻറ്റ്സ് എന്ന് പറയുക. ആക്ഷൻസ് ഒന്നുകിൽ അത് ജനറേറ്റ് ചെയ്യുന്നത് യൂസർ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രൗസർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നതായിരിക്കാം. അത്തരത്തിലുള്ള ആക്ഷൻസിനെയാണ് നമ്മൾ ഇവൻറ്റ്സ് എന്ന് പറയുക. മെയിനായിട്ട് ഇവൻറ്റ്സിനെ രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതല്ലാത്ത ഇവൻറ്റ്സും ഉണ്ട്. മെയിൻ കാറ്റഗറീസ് രണ്ടെണ്ണമാണ്. ഒന്ന് എന്ന് പറയുന്നത് കീബോർഡ് ഇവൻറ്റ്സും, ഒന്ന് എന്ന് പറയുന്നത് മൗസ് ഇവൻറ്റ്സും. കീബോർഡ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇവൻറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? കീബോർഡ് എന്ന് പറയുന്ന പെരിഫറൽ ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഇവൻറ്റ്സ് ആയിരിക്കും കീബോർഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ കീ അപ്പ്, കീ ഡൗൺ, കീ പ്രസ്, കീ റിലീസ്. നമ്മളിങ്ങനെ കീ പ്രസ് ചെയ്ത് പിടിക്കുക, കീ റിലീസ് ചെയ്യുക, കീ അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കേസിൽ വരുന്ന ഇവൻറ്റ്സ് ആണ് കീബോർഡ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. മൗസ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ജനറേറ്റഡ് ബൈ മൗസ് ആയിരിക്കും ആ ഒരു ഇവൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിൽ വരുന്നതാണ് മൗസ് ഓൺ ക്ലിക്ക്, ജസ്റ്റ് മൗസ് നമ്മൾ ഒരു ക്ലിക്ക് ചെയ്യുക. ഓൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓൺ ഡ്രാഗ്, നമ്മൾ മൗസ് ഡ്രാഗ് ചെയ്യുക. ഓൺ മൂവ്, ഓൺ എൻറ്റേർഡ്, ഓൺ എക്സിറ്റ്, ഇതൊക്കെ മൗസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇവൻറ്റ്സ് ആണ്. ഇത് കൂടാതെയുള്ള ഇവൻറ്റ്സും ഉണ്ട്. ഇനി ആദ്യത്തെ നമ്മളൊരു ഇവൻറ്റ് പറയാൻ പോകുന്നത് ഇൻപുട്ട് ഇവൻ്റ് ആണ്. ഈ ഇൻപുട്ട് ഇവൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഓൺ ബ്ലർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇൻപുട്ട് ഇവൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വിച്ച് മീൻസ് നമ്മൾ ഇൻപുട്ട് ഫീൽഡ്, അതായത് ഇൻപുട്ട് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബോക്സിലാണല്ലോ നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ ഒരു എൻ്റർ ചെയ്യുന്നതിൽ നിന്നും നമ്മൾ ജസ്റ്റ് ആ ഒരു കേഴ്സർ ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇവൻ്റാണ് ഓൺ ബ്ലർ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇതൊരു വെബ് പേജ് ആണ്, റൺ ചെയ്തിട്ടുള്ള ഒരു വെബ് പേജിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണുന്നത്. ഇവിടെ നിങ്ങൾ എൻറ്റർ യുവർ നെയിം എന്ന് പറയുന്നിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. താഴെ ജസ്റ്റ് വെൻ യു ലീവ് ദ ഇൻപുട്ട് ഫീൽഡ് ഫംഗ്ഷൻ ഇസ് ട്രിഗേർഡ് വിച്ച് ട്രാൻസ്ഫോം ദ ഇൻപുട്ട് ഇൻ ടു അപ്പർ കേസ്. ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടാണ്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. എൻറ്റർ യുവർ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഓൺ ബ്ലർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് BC എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. സ്മോൾ ലെറ്ററിലാണ് BCA കൊടുത്തതെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ പ്രകാരം എക്സാമ്പിൾ ആ ഒരു കോഡിൽ അങ്ങനെയാണ്. ഇതിൽ നിന്നും ഞാൻ ലീവ് ചെയ്യുന്ന സമയത്ത്, ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് മാറുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിലുള്ള കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി അപ്പർ കേസ് ആയിട്ട് വരും. അപ്പോൾ അതാണ് ഓൺ ബ്ലർ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓൺ ബ്ലർ ഒരു ഇൻപുട്ട് ഇവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിലാണ് ആ ഒരു ഇവൻ്റ് നമ്മൾ കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. ആദ്യം തന്നെ നമ്മൾ HTML ടാഗ് ഓപ്പൺ ചെയ്തു. ശേഷം ഞാൻ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ദാറ്റ് ഈസ് ഫംഗ്ഷൻ്റെ പേര് മൈ ഫംഗ്ഷൻ എന്നാണ്. എന്നിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. വേരിയബിളിൻ്റെ പേര് എക്സ് എന്നാണ്. എക്സ് ഇസ് ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ബ്രാക്കറ്റിൽ F നെയിം എന്ന് കൊടുത്തു. ഈ ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഒരു ഫംഗ്ഷനാണ്. അതിൽ ഇയും ബിയും ഐയും, ദാറ്റ് ഈസ് ഗെറ്റ് എലമെൻറ്റിൻ്റെ ഇ, ബൈൻ്റെ ബി, അതേപോലെ തന്നെ IDയുടെ I, ഇത് മൂന്നും ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. ഞാൻ പറഞ്ഞു ഇതൊരു കേസ് സെൻസിറ്റീവ് ആണ്. സ്മോൾ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. എന്നിട്ട് F നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ പറയാം. കോഡ് ഞാൻ ആദ്യം വായിക്കും. then x.value ഈക്വൽ ടു x.value ഡോട്ട് ടു അപ്പർ കേസ് ഓഫ് എന്ന് കൊടുത്തിട്ട് ആ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. ദെൻ ബോഡി ടാഗ് ഓപ്പൺ ചെയ്ത ശേഷം ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുക്കുകയാണ്, എൻറ്റർ യുവർ നെയിം. എന്നിട്ട് വീണ്ടും ഒരു ഇൻപുട്ട് ടാഗിൻ്റെ ഉള്ളിൽ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് വരാൻ വേണ്ടി ടൈപ്പ് കൊടുത്തു. ID ഈക്വൽ ടു F നെയിം, ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഇൻറ്റേർണൽ നെയിമാണ് F നെയിം, അങ്ങനെ കൊടുത്തു. ഓൺ ബ്ലർ ഈക്വൽ ടു മൈ ഫംഗ്ഷൻ, ആ ഒരു ഇവൻ്റ് അതിൻ്റെ ഉള്ളിൽ കൊടുത്തു. ആ ഇവൻറ്റിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്കിംഗ് ചെയ്തു എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലോട്ട് അത് ഡയറക്റ്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മൈ ഫംഗ്ഷൻ, അങ്ങോട്ടേക്ക് അത് പോകും. ദെൻ ബോഡി ടാഗ് HTML ക്ലോസ് ചെയ്തു. ദെൻ ഇങ്ങോട്ടേക്ക് വരാം. വാർ എക്സ് ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID F നെയിം എന്ന് കൊടുത്തു അല്ലേ. F നെയിം മീൻസ് ഇവിടെയുള്ള ടെക്സ്റ്റ് ബോക്സിൻ്റെ ഇൻറ്റേർണൽ നെയിമാണ് F നെയിം. സോ നിങ്ങൾ റൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടെക്സ്റ്റ് ബോക്സിൽ നിങ്ങൾ എൻറ്റർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതൊക്കെ ഇപ്പോൾ അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്ന് പറഞ്ഞാൽ. അതിൽ നിന്നുള്ള എലമെൻറ്റിന് നമ്മൾ ഗെറ്റ് ചെയ്യുക, നമ്മൾ എടുക്കുകയാണ്. എങ്ങോട്ടേക്ക് ഇപ്പോൾ എടുത്തു വെച്ചു ഞാൻ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട്. ദെൻ x.value ടു അപ്പർ കേസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ജസ്റ്റ് അതിലുള്ള വാല്യൂ മുഴുവൻ അപ്പർ കേസിലോട്ട് മാറി. വിച്ച് മീൻസ് ഈ ടെക്സ്റ്റ് ഫീൽഡിലുള്ള വാല്യൂ ഞാൻ സ്മോൾ ലെറ്റർ കൊടുത്തത് എപ്പോൾ അപ്പർ കേസ് ആവണോ, വിച്ച് മീൻസ് അവിടെ ഓൺ ബ്ലർ ഫംഗ്ഷൻ വർക്ക് ചെയ്തു എന്നാണ് മീൻ. ഓക്കെ, ഇതാണ് ഓൺ ബ്ലർ എന്ന് പറയുന്ന ഫംഗ്ഷൻ വിച്ച് ഈസ് റിലേറ്റഡ് ടു ഇൻപുട്ട് ഇവൻറ്റ്. ഓക്കെ, അതുകൂടാതെ ഓൺ ഫോക്കസ് ഇവൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഓൺ സെലക്ട് ഇവൻ്റ് ഉണ്ട്. ഇതൊക്കെ ഇവൻറ്റ്സ് തന്നെയാണ്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. ഒക്കെ അതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒക്കെ നമ്മൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിലാണ് ഓൺ ചേഞ്ച് ഇവൻറ്റ്. നമ്മൾ അതിന് എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയുക,
ഓൺ ചേഞ്ച് ഇവൻ്റ് എന്ന് പറയുമ്പോൾ യൂസർ ഇൻപുട്ട് ഫീൽഡിലുള്ള കണ്ടന്റ് ചേഞ്ച് ചെയ്യുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബോക്സിന് പകരം നമ്മൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും എന്തെങ്കിലും ഐറ്റം ആക്കിയിട്ട് ഇപ്പോൾ BC എന്നുള്ളത് BB ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള നടക്കുന്ന ഇവൻ്റാണ് ഓൺ ചേഞ്ച്. അപ്പോഴായിരിക്കും ഓൺ ചേഞ്ച് ഇവൻ്റ് വർക്ക് ആവുക കേട്ടോ, നമ്മൾ ടെക്സ്റ്റ് ബോക്സിലുള്ള കണ്ടന്റ് എന്തെങ്കിലും കാരണവശാൽ മാറ്റുന്ന സമയത്ത്. അത്തരത്തിൽ ഒരുപാട് ഇവൻറ്റ്സ് ഇൻപുട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. രണ്ടാമത്തത് ഞാൻ പറഞ്ഞു മൗസ് ഇവൻറ്റ്സ് അല്ലേ. മൗസ് ഇവൻറ്റ്സിൽ മൗസ് ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ഡ്രാഗ്, മൂവ്, എൻറ്റേർഡ്, എക്സിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്ലിക്ക് ഇവൻറ്റ്സ് കണ്ടതാണ്. മുന്നത്തെ എക്സാമ്പിൾസിലൊക്കെ നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ കൊടുത്തിട്ട് ഓൺ ക്ലിക്ക് ഈക്വൽ ടു കൊടുത്തതാണ് അല്ലേ. അപ്പോൾ ഡബിൾ ക്ലിക്ക് ആണെങ്കിൽ അവിടെ നമ്മൾ ഓൺ ഡബിൾ ക്ലിക്ക് എന്ന് കൊടുക്കണം. മൗസ് മൂവ് ആണെങ്കിൽ ഓൺ മൂവ് എന്ന് കൊടുക്കണം. അത്ര വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. ഓൺ ക്ലിക്കിന് പകരം ഓൺ ഡബിൾ ക്ലിക്ക്. നമ്മൾ നേരത്തെ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അലേർട്ട് ബോക്സ് വന്ന എക്സാമ്പിൾസ് ഒക്കെ എന്താണ് മൗസ് ഇവൻറ്റിൻ്റെ എക്സാമ്പിൾസ് തന്നെയാണ്, ക്ലിക്ക് ഇവൻറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലിക്കിൽ ഇഷ്ടമുള്ള ഇവൻറ്റ്സ് നമുക്ക് കൊടുക്കാം. പിന്നെ വരുന്ന ഒരു കാറ്റഗറിയാണ് ലോഡ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. ലോഡ് ഇവൻ്റ് കുറച്ചും കൂടെ ഡിഫറൻ്റ് ആണ്. ഇതുപോലല്ല. ലോഡ് ഇവൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളതൊരു ബട്ടൺ റിലേറ്റഡ് ആയിട്ടോ ടെക്സ്റ്റ് ബോക്സ് റിലേറ്റഡ് ആയിട്ടോ നമ്മൾ കൊടുക്കുന്ന ഇവൻ്റ് അല്ല ലോഡ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ വെബ് പേജ് ഇനീഷ്യലി ലോഡായി വരുമ്പോൾ തന്നെ വർക്ക് ചെയ്യുന്ന ഇവൻ്റാണ് ഓൺ ലോഡ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എവിടെയായിരിക്കും കൊടുക്കുക? ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഓൺ ലോഡ് ഇവൻ്റ് നമ്മൾ എഴുതുക. ഓക്കെ. അപ്പോൾ ഈ ലോഡ് ഇവൻറ്റിൻ്റെ പ്രത്യേകത നമ്മൾ എവിടെയും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ വെബ് പേജ് ലോഡായി വരുമ്പോൾ തന്നെ എന്തെങ്കിലും ആക്ഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇവൻ്റാണ് ഈ ഓൺ ലോഡിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ഞാൻ ഓൺ ലോഡ് ഈക്വൽ ടു മൈ ഫംഗ്ഷൻ എന്ന് കൊടുത്തു. അപ്പോൾ ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യണം. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഞാൻ ഒരു അലേർട്ട് കൊടുത്തു, പേജ് ഈസ് ലോഡഡ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഗ്രാം ലേൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ വെബ് പേജിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് കാണിക്കും? പേജ് ഈസ് ലോഡഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അലേർട്ട് ബോക്സ് ആയിരിക്കും കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അതാണ് ഓൺ ലോഡ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ. ബോഡി ഫംഗ്ഷൻ്റെ ഉള്ളിൽ വേണം ഓൺ ലോഡ് ഇവൻ്റ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഇവൻറ്റ്സ് ആണ് മെയിനായിട്ട് ഉള്ളത്. ഇനി നമുക്ക് എപ്പോഴും നിങ്ങൾ എക്സാമിന് ചോദിക്കുന്നതാണ് DOM സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്, ദാറ്റ് ഈസ് ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ. ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പ്രോഗ്രാംസ് ഉണ്ടല്ലോ. ഇപ്പോൾ HTML ടാഗ് ഓപ്പൺ ചെയ്യും, പിന്നെ നമ്മൾ ഹെഡ് കൊടുക്കും, ടൈറ്റിൽ കൊടുക്കും, ബോഡി ടാഗ് ഓപ്പൺ ചെയ്യും, അങ്ങനെ ഉണ്ടല്ലോ. ആ ഒരു പ്രോഗ്രാം സ്ട്രക്ചറിനെ നമ്മളൊരു ലോജിക്കൽ സ്ട്രക്ചറാക്കി, ഒരു ഫിസിക്കൽ സ്ട്രക്ചറാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയും. ഓക്കെ. നമ്മുടെ പ്രോഗ്രാം ഇൻ്റർഫേസിനെ, നമ്മൾ ഈ പ്രോഗ്രാം കോഡിനെ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചും കൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടി ഒരു സ്ട്രക്ചറായിട്ട്, ഒരു ലോജിക്കൽ സ്ട്രക്ചറായിട്ട് നമ്മുടെ പ്രോഗ്രാമിനെ കാണിക്കുക. അതിനെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു DOM ആണ്, ദാറ്റ് ഈസ് വിൻഡോ. നമ്മൾ വിൻഡോയിലാണ് നമ്മുടെ വിൻഡോ, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വിൻഡോ. ദെൻ നമ്മളുടെ ഡോക്യുമെൻറ്റ്, നമ്മുടെ വെബ് പേജ്. ആ വെബ് പേജിൽ ഇപ്പോൾ ഞാൻ എന്താണ് ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആങ്കർ ടാഗ് ആണ് കേട്ടോ. ദെൻ ഫോം കൊടുത്തു. ദെൻ ഫോമിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ കൊടുക്കുക? ടെക്സ്റ്റ് ഏരിയ, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, സെലക്ട്, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സെലക്റ്റിന് വീണ്ടും ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇങ്ങനെ ട്രീ ലൈക്ക് സ്ട്രക്ചറിൽ നമ്മളുടെ പ്രോഗ്രാമിനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയും. ഓക്കെ. നമ്മുടെ പ്രോഗ്രാമിനെ നമ്മളൊരു ട്രീ ലൈക്ക് സ്ട്രക്ചർ, ഇപ്പോൾ ഒരു HTML ജസ്റ്റ് ഹായ് വെൽക്കം ടു വെബ് പേജ് എന്ന് പറഞ്ഞൊരു HTML പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ഇങ്ങനെ വരക്കേണ്ടതെങ്കിൽ ആദ്യം വിൻഡോ, ഡോക്യുമെൻറ്റ് പകരം നമ്മൾ HTML എന്ന് കൊടുത്തു. ദെൻ ഇവിടെ ഫോമിന് പകരം നമ്മൾ ജസ്റ്റ് ഹെഡ് കൊടുത്തു. ഹെഡിൻ്റെ തൊട്ട് താഴെ ടൈറ്റിൽ എന്ന് കൊടുത്തു. ടൈറ്റിലിൻ്റെ തൊട്ട് താഴെ ഞാൻ എക്സാമ്പിൾ എന്നാണ് ടൈറ്റിലിങ്കിൽ തൊട്ട് താഴെ എക്സാമ്പിൾ എന്ന് കൊടുത്തു. ദെൻ അപ്പുറത്തേക്ക് വീണ്ടും ഒരു ബ്രാഞ്ച് വരച്ചിട്ട് ഞാൻ ബോഡി ഓപ്പൺ ചെയ്തു. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ ജസ്റ്റ് തൊട്ട് താഴെ ക്യാപ്ഷൻ എന്തെന്ന് കൊടുത്തു? വെൽക്കം ടു മൈ വെബ് പേജ് എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെ ബ്രാഞ്ചസ് ആക്കി നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ബ്രാഞ്ചസ് ആക്കാൻ ഇവിടെ ഒരു ഫോമാണ് കൊടുത്തില്ല. അപ്പോൾ ഫോമിന് വീണ്ടും ടെക്സ്റ്റ് ഏരിയ ഇതൊക്കെ അതിൻ്റെ അണ്ടറിൽ വരികയാണ്. വീണ്ടും സെലക്റ്റിന് അതിൻ്റെ അണ്ടറിലാണെങ്കിൽ സെലക്റ്റിന് വീണ്ടും ഒരു ബ്രാഞ്ച് ഉണ്ട്, ദാറ്റ് ഈസ് ഓപ്ഷൻ, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ പോകുന്നതിനെയാണ്, ഇത്തരത്തിലുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡൽ എന്ന് പറയും. ഇനി ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ അറേ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, നമുക്ക് അറേ എന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ, ഒരുപാട് ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് എലമെൻസിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ആക്ച്വലി അറേ എന്ന് പറഞ്ഞത്. ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ ഒരേപോലെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് ഡാറ്റാസിന് സെയിം മീനിങ് തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്ക് ജാവാസ്ക്രിപ്റ്റിലും വളരെ ഈസി ആയിട്ട് അറേനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അറേനെ നമുക്ക് 3 തരത്തിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ബൈ അറേ ലിറ്ററൽ, രണ്ടാമത്തേത് ബൈ ക്രിയേറ്റിംഗ് ഇൻസ്റ്റൻസ് ഓഫ് അറേ ഡയറക്ട്ലി, by using array constructor using new keyword. ഒന്നുകിൽ നമുക്ക് ലിറ്ററൽ അറേ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക അറേനെ ഡയറക്റ്റ് ഇൻസ്റ്റൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൺസ്ട്രക്ടർ ആയിട്ടും ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് അറേ ലിറ്ററൽ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, ജസ്റ്റ് അറേ നെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അറേയിൽ കൊടുക്കേണ്ട വാല്യൂസിനെ കോമ ഇട്ട് കൊടുക്കുക. ഇതാണ് ജാവാസ്ക്രിപ്റ്റ് അറേ ലിറ്ററൽ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തു. var emp മീൻസ് ഞാനിവിടെ ഒരു അറേ ആണ്, എംപ്ലോയിൻ്റെ ഒരു ഷോർട്ട് നെയിം ആയിട്ട് emp എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റിൽ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്
പ്രത്യേകം ശ്രദ്ധിക്കണം, കേളി ബ്രേസ് അല്ല കേട്ടോ. ദെൻ സോനു, വിമൽ, രത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. മൂന്നും സ്ട്രിങ് ആയതുകൊണ്ട് ഡബിൾ കോട്ടിൽ കോമട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊരു ലൂപ്പ് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, EMP ഓഫ് I. അപ്പോൾ ആദ്യം EMP ഓഫ് 1 സോനു വരും, EMP ഓഫ് 2 വിമൽ വരും, EMP ഓഫ് 3 രാത്തൻ വരും, EMP ഓഫ് 4 വാല്യൂ ഇല്ല. സോ ഈ 3 വാല്യൂസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതിനെയാണ് ജാവാസ്ക്രിപ്റ്റ് അറേ ലിറ്ററൽ എന്ന് പറയുക. രണ്ടാമത്തെ മെത്തേഡ് അറേ ഡയറക്റ്റ്ലി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അറേനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. ദാറ്റ് ഈസ് ഇങ്ങനെയാണ് സിൻടാക്സ്: വാർ അറേ നെയിം ഈക്വൽ ടു ഒരു ഓപ്പറേറ്റർ, ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ജാവ പഠിക്കുമ്പോൾ സാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും, ജാവയിൽ നിങ്ങൾ എങ്ങനെയാണ് ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യുക, അതേപോലെ തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിലും വരുന്നത്. വാർ അറേക്ക് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് ഇസ് ഈക്വൽ ടു ന്യൂ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നിർബന്ധമായും കൊടുക്കണം. ശേഷം അറേയുടെ കൺസ്ട്രക്റ്റർ അറേ എന്ന് നിങ്ങൾ ബ്രാക്കറ്റിൽ എംറ്റി ആക്കിയിട്ട് നിങ്ങൾ കൊടുത്തു. ദെൻ ഒരു എക്സാമ്പിൾ നോക്കൂ, നിങ്ങൾ എങ്ങനെയാണ് ഡയറക്റ്റ്ലി നമ്മൾ അറേനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു, EMP is equal to, ഇത് നോർമൽ വേരിയബിൾ അല്ല, ഒരു അറേ വേരിയബിൾ ആണ്, വിച്ച് മീൻസ് ഇസ് ഈക്വൽ ടു ന്യൂ അറേ ഓഫ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ EMP എന്ന് പറയുന്നത് ഒരു നോർമൽ വേരിയബിൾ അല്ല, ഒരു അറേ വേരിയബിൾ ആണ്. ഡയറക്റ്റ്ലി എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഇങ്ങനെ തന്നെ EMP ഓഫ് 0 ഈക്വൽ ടു അരുൺ, EMP ഓഫ് 1 ഈക്വൽ ടു വരുൺ, EMP ഓഫ് 2 ഈക്വൽ ടു ജോൺ. ഇങ്ങനെ ഡയറക്റ്റ് നമ്മളിങ്ങനെ 0 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് കൊടുക്കൂലേ, വാല്യൂസ് കൊടുക്കൂലേ. ഇങ്ങനെ ഈ മെത്തേഡിനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് അറേ ഡയറക്റ്റ്ലി എന്ന് പറയും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഫോർ ലൂപ്പ് ഇട്ടിട്ട് ഓരോന്നും EMP ഓഫ് I എന്ന് പറഞ്ഞാൽ 0 പൊസിഷനിലെ എലമെൻറ്റ് ആദ്യം വരും, 1 പൊസിഷനിൽ വരും, 2 പൊസിഷൻ, അങ്ങനെ 3 ടൈംസ് ആ ഒരു ലൂപ്പ് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തത് ജാവാസ്ക്രിപ്റ്റ് അറേ കൺസ്ട്രക്റ്റർ. കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് കൺസ്ട്രക്റ്റർ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസം കൂടെ ഉള്ളൂ. അതായത് വാർ നമ്മൾ നേരത്തെ പറഞ്ഞു അറേ നെയിം കൊടുത്തു ഇസ് ഈക്വൽ ടു ന്യൂ അറേയുടെ കൺസ്ട്രക്റ്ററിൻ്റെ ബ്രാക്കറ്റിൽ നേരത്തെ നമ്മൾ കൊടുത്തത് എംറ്റി ആയിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, അറേയിൽ കൊടുക്കേണ്ട വാല്യൂസ് ആണ് നമ്മൾ ബ്രാക്കറ്റിൽ, നോർമൽ പരാന്തസിസ് ആണ്, സ്ക്വയർ ബ്രാക്കറ്റോ കേളി ബ്രേസോ അല്ല, നോർമൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ജയ് വിജയ് സ്മിത്ത് എന്ന് കൊടുത്തു. ഓക്കെ, മനസ്സിലായോ? ആ കൺസ്ട്രക്റ്റർ അറേ എന്ന് പറയുന്ന കൺസ്ട്രക്റ്ററിൻ്റെ ബ്രാക്കറ്റിലാണ് നമ്മൾ കൊടുത്തത്. വീണ്ടും നമ്മൾ നോർമൽ ലൂപ്പ് ഇട്ടിട്ട് ആ വാല്യൂസിനെ 3 വാല്യൂസിനെ നമ്മൾ ജസ്റ്റ് EMP ഓഫ് I എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ EMP ഓഫ് 0 വരും, 1 വരും, 2 വരും, 3 എലമെൻറ്റ്സ് ജയ് വിജയ് സ്മിത്ത് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് കൂടാതെ ഒരുപാട് മെത്തേഡ്സ്, ദാറ്റ് ഈസ് കോൺകാറ്റ്, കോപ്പി വിത്ത് ഫൈൻഡ്, അങ്ങനെ കുറേ മെത്തേഡ്സ് ഉണ്ട് അറേ റിലേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതിയാവും കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോണത് ജാവാസ്ക്രിപ്റ്റ് ഡേറ്റ് ഒബ്ജക്ട്സ് ആണ്, ഡേറ്റ് ഫങ്ഷൻസ് ആണ്. നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ഡേറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഡേറ്റും ടൈമൊക്കെ നമുക്ക് ഡേ ടൈമൊക്കെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, അത് കിട്ടുന്നത് എങ്ങനെയാണ് കിട്ടാൻ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാനായിട്ട് പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഡേറ്റ് എന്ന് പറയുന്നത്. ഡേറ്റ് ബ്രാക്കറ്റിൽ ഒന്നുമില്ല, ജസ്റ്റ്